സരൾ. സമുദ്രങ്ങളുടെ ഉപരിതലം സൂക്ഷ്മമായി പഠിക്കുകയാണ് സരളിൻ്റെ പ്രധാന ലക്ഷ്യം. ഫ്രാൻസ് വികസിപ്പിച്ചെടുത്ത അർഗോസ് ആർട്ടിക്ക എന്ന ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് സരൾ പ്രവർത്തിക്കുന്നത്. വിക്ഷേപണ വാഹനം PSLV C-20. വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. ആസ്ട്രോസ്റ്റാറ്റ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ആസ്ട്രോസ്റ്റാറ്റ്. വിദൂര അൾട്രാവയലറ്റ് മുതൽ ഹാർഡ് എക്സ്റേ ബാൻഡ് വരെ ഉള്ള തരംഗദൈർഘ്യങ്ങളുടെ പരിധി ഒരേ സമയം നിരീക്ഷണം നടത്താൻ കഴിവുള്ള ഒരു പ്രധാന ഉപഗ്രഹമാണ് ആസ്ട്രോസ്റ്റാറ്റ്. ഇന്ത്യയിലെ ആദ്യ സമർപ്പിത മൾട്ടി തരംഗദൈർഘ്യ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രമാണ് ആസ്ട്രോസ്റ്റാറ്റ്. നാസയുടെ ഹബിൾ ടെലിസ്കോപ്പിനോട് സാദൃശ്യമുള്ള ഇന്ത്യയിലെ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ആസ്ട്രോസ്റ്റാറ്റ്. നാസയുടെ ഹബിൾ ടെലിസ്കോപ്പിനോട് സാദൃശ്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ആസ്ട്രോസ്റ്റാറ്റ്. EOS-04. കൃഷി, വനം, തോട്ടങ്ങൾ, മണ്ണിൻ്റെ ഈർപ്പം, ജലാംശം, വെള്ളപ്പൊക്കം, മാപ്പിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്കായി എല്ലാ കാലാവസ്ഥയിലും ഉയർന്ന നിലവാരത്തിലുള്ള ചിത്രങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്ത റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റാണ് EOS-0.4. 2022 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു. EOS-04 മറക്കരുത്. GSAT-7A. ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ വാർത്താവിനിമയ ശൃംഖല മെച്ചപ്പെടുത്തുന്നതിനായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-7A. വിക്ഷേപിച്ച വർഷം 2018 ഡിസംബർ 19. വാഹനം GSLV F-11. ആംഗ്രി ബേർഡ് എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണ് GSAT-7. ആംഗ്രി ബേർഡ് എന്നാണ് GSAT-7 അറിയപ്പെടുന്നത്. അടുത്തത് GSAT-11. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-11. വിക്ഷേപണ വാഹനം ഏരിയൻ 5A246. ഏരിയൻ 5A246. വിക്ഷേപണ തീയതി 2018 ഡിസംബർ 5. വിക്ഷേപണ സ്ഥലം കൗറു, ഫ്രഞ്ച് ഗയാന. വലിയ പക്ഷി, ബിഗ് ബേർഡ്. വലിയ പക്ഷി എന്നറിയപ്പെടുന്ന ഉപഗ്രഹം GSAT-11. GSAT-11. വലിയ പക്ഷി എന്നറിയപ്പെടുന്നത് GSAT-11ഉം ആംഗ്രി ബേർഡ് എന്നറിയപ്പെടുന്നത് GSAT-7Aയുമാണ്. മെഗാട്രോപിക്സ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് സഹായിക്കുന്ന ഉപഗ്രഹം മെഗാട്രോപിക്സ്. മെഗാട്രോപിക്സ് ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിന് സഹകരിച്ച രാജ്യം ഫ്രാൻസ്. മെഗാട്രോപിക്സ് ഉപഗ്രഹ വിക്ഷേപണവുമായി സഹകരിച്ച രാജ്യം ഫ്രാൻസ്. വിക്ഷേപണ വാഹനം PSLV C-18. മെഗാട്രോപിക്സ് വികസിപ്പിച്ച വർഷം 2011 ഒക്ടോബർ 12. മെഗാട്രോപിക്സ് വികസിപ്പിച്ച വർഷം 2011 ഒക്ടോബർ 12. മെഗാട്രോപിക്സിനൊപ്പം